ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ എൻട്രോപ്പി നമ്മൾ കണ്ടിരുന്നു. നമുക്ക് കിട്ടിയ റിലേഷൻ എന്ന് പറയുന്നത് എൻ കെ എസ് ഇസ് ഈക്വൽ ടു എൻ കെ എൽ എൻ വി ഡിവൈഡ് ബൈ എച്ച് ക്യൂബ് ഇൻറ്റു 4πm ഇ ഡിവൈഡ് ബൈ 3n ഓൾ റേസ് ടു 3/2 3 ലോഗിൻ്റെ വാല്യൂസാണ് പ്ലസ് 3n എൻ കെ ഡിവൈഡ് ബൈ 2 ഈ വാല്യൂ നമുക്ക് കിട്ടിയിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡഡ് ബൈ 3nk/2 എന്നുള്ള വാല്യൂ വെച്ച് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 3nk എന്നുള്ള വാല്യൂ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡിവൈഡ് ബൈ 3nk/2. അപ്പോൾ 2x ഡിവൈഡ് ബൈ 3nk ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എൻ കെ വരുന്നുണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് വരുന്ന റിലേഷൻ എന്ന് പറയുന്നത് 2/3 എന്നുള്ള റിലേഷൻ വരും. 2/3 ദെൻ എൽ എൻ വി ഡിവൈഡ് ബൈ 2h ക്യൂബ് 4πm ഇ ഡിവൈഡ് ബൈ 3n ഓൾ റേസ് ടു 3/2 പ്ലസ് 3nk/2. അപ്പോൾ എന്ത് ചെയ്യും? +1. ഓക്കെ, ഇങ്ങനെയൊക്കെ റിലേഷൻ നമുക്ക് കിട്ടും. ഇനി ഇവിടെ നോക്കാം, ഇവിടെ 3/2 വരുന്നുണ്ട്. ഇവിടെ പവറൊന്നും വരുന്നില്ല. മൊത്തം പവർ വരാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും വരാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പവർ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പോൾ അവിടെ 2/3 എന്നുള്ളൊരു പവർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ 3/2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിലേഷൻ എന്താവും? പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാവും. അതായത് ഇതുപോലെ 2s ഡിവൈഡ് ബൈ 3nk ഈക്വൽ ടു 2/3 ln. ഇവിടെ നമ്മൾ വി ഡിവൈഡ് ബൈ എച്ച് ക്യൂബിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? 2/3 എന്നുള്ളൊരു പവർ കൊടുക്കുകയാണ്. ദെൻ 4πm ഇ ഡിവൈഡഡ് ബൈ 3n ഓൾ റേസ് ടു 3/2. അപ്പോൾ ഇങ്ങനെ രീതി കൊടുക്കുമ്പോൾ ഈ പവർ ഇതിനും ബാധകമാണ്, ഇതിനും ബാധകമാണ്. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ പവറിൻ്റെ വാല്യൂ 1 ആയിട്ട് വരും. ക്യാൻസൽ ചെയ്ത് പോകുന്ന വാല്യൂ ആണ് +1. ഇനി നമുക്ക് ഇതിനെ ഔട്ട് സൈഡ് എടുക്കാം. ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 3/2 ആണ്. 3/2 2/3 ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് 2x ഡിവൈഡ് ബൈ 3nk എന്നുള്ള വാല്യൂ നമുക്ക് ln വി ഡിവൈഡ് ബൈ എച്ച് ക്യൂബ് ഓൾ പവർ ഓഫ് 2/3 4πm ഇ ഡിവൈഡഡ് ബൈ 3n +1 എന്നുള്ള രീതിയിൽ കിട്ടി. ഇനി നമുക്കിതിന് എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്പൊണൻഷ്യൽ എടുക്കണം. എക്സ്പൊണൻഷ്യൽ എടുക്കുന്നതിന് മുമ്പ് ഈ +1 ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ 2s ഡിവൈഡ് ബൈ 3nk -1 എന്നുള്ളൊരു വാല്യൂ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ln വി ഡിവൈഡ് ബൈ എച്ച് ക്യൂബ് ഓൾ പവർ ഓഫ് 2/3 4πm ഇ ഡിവൈഡ് ബൈ 3n. ഓക്കെ, ഇനി നമുക്ക് എക്സ്പൊണൻഷ്യൽ എടുക്കണം. എക്സ്പൊണൻഷ്യൽ എടുക്കാൻ വേണ്ടി എക്സ്പൊണൻഷ്യൽ ഓഫ് 2s ഡിവൈഡ് ബൈ 3nk -1 ഈക്വൽ ടു വി ഡിവൈഡ് ബൈ എച്ച് ക്യൂബ് ഓൾ പവർ ഓഫ് 2/3 4πm ഇ ഡിവൈഡഡ് ബൈ 3n എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി വി റെസ്റ്റ് ഈനെ ഇവിടെ നിർത്തി ബാക്കി എല്ലാ ടേംസിനും നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരണം. സോ നമുക്ക് എനർജി ഈസ് ഈക്വൽ ടു 3n ഡിവൈഡഡ് ബൈ 4πm h². കാരണം h ക്യൂബാണ്, ഇവിടെ ക്യൂബ് പവർ ഡിനോമിനേറ്ററിൽ ക്യൂബ് വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി h² വന്നു. ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് h വാല്യൂ മുകളിലേക്ക് വന്നു. ഡിവൈഡ് ബൈ വി റേസ് ടു 2/3 എക്സ്പൊണൻഷ്യൽ ഓഫ് 2s ഡിവൈഡ് ബൈ 3nk -1. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ എനർജി. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ എനർജി നമുക്ക് കിട്ടി. ഇൻറ്റേർണൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ, പ്രഷർ പോലത്തെ കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ടെമ്പറേച്ചറാണ് കാണാൻ പോകുന്നത്. ടെമ്പറേച്ചർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദറ്റ് ഈസ് ഡോ ഇ ഡിവൈഡ് ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് n, v. ഓക്കെ, അപ്പോൾ എനർജി ഇവിടെ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്. എക്സ് ഇവിടെ മാത്രമാണ് വരുന്നത്. സോ നമുക്ക് ബാക്കി എല്ലാ ടേമും നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. 3n ഡിവൈഡഡ് ബൈ 4πm h² ഡിവൈഡഡ് ബൈ വി റേസ് ടു 2/3. ഇതിൻ്റെ വാല്യൂ എക്സ്പൊണൻഷ്യൽ ആയതുകൊണ്ട് വീണ്ടും ആ പവർ വീണ്ടും വാല്യൂ റിപ്പീറ്റ് ചെയ്യും. 3nk -1 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3nk. ഓക്കെ, ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ വാല്യൂ എന്താണ്, എനർജി തന്നെയാണ്. എനർജി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് 2/3 NK എന്ന് എഴുതാം. അപ്പോൾ ടെമ്പറേച്ചർ is equal to E into 2/3 NK. ഫ്രം ദിസ് എനർജി is equal to, ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ദാറ്റ് ഈസ് 2E/3 NK എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനൊക്കെ, അതായത് ഇക്വിപാർട്ടീഷൻ്റെ ഒരു റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ആ റിലേഷനിലേക്ക് നമുക്ക് എത്തിക്കാം. അതിൽ നിന്ന് എനർജി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3/2 NKT എന്നുള്ള റിസൾട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള റിലേഷനാണ്. ഇക്വിപാർട്ടീഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേഷനാണ്. അതെന്താണ് നമ്മൾ പിന്നീട് പറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേഷൻ, അതായത് 3/2 NKT, ഒരു ഐഡിയൽ ഗ്യാസ് സിസ്റ്റത്തിൻ്റെ കേസിലുള്ള എനർജി കാണാനുള്ള റിലേഷനാണ് ഫോർ 3N പാർട്ടിക്കിൾസ്. അപ്പോൾ 3N പാർട്ടിക്കിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ നമ്മൾ ചെയ്ത പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ശരിയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മീൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് പ്രഷർ കാണണം. സോ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു -∂E/∂V അറ്റ് കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് എനർജി. നമ്പർ ഓഫ് പാർട്ടിക്കിൾസും എനർജിയാണ് ഇതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ∂E/∂V N,X ആണ്. എൻട്രോപ്പിയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ എനർജി നമുക്കറിയാം, ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വോളിയത്തിൻ്റെ കേസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേംസ് നിർത്തി ബാക്കി എല്ലാ ടേംസിനും നമുക്ക് എഴുതാം. സോ 3N/4πmh² എക്സ്പൊണൻഷ്യൽ ഓഫ് 2s/3NK-1. പിന്നെ ഡിനോമിനേറ്ററിലാണ് V⁻²/3 വരുന്നത്. അപ്പോൾ -2/3, സോറി ഇവിടെ മൈനസ് ഉണ്ടാവും കേട്ടോ, -2/3 V⁻³ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. 2/3 ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. 2/3 ഇവിടെ V⁻⁵3 ഉണ്ട്. അപ്പോൾ V⁻⁵3നെ നമുക്ക് എന്ത് ചെയ്യാം, V⁻⁻³ ആണ്. അപ്പോൾ V⁻⁻³ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ V⁻⁵3 എന്ന് വരും. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ മാറ്റാം, V⁻⁵2 സോറി V/V⁻²/3 സോറി 1/V⁻²/3 ഇൻറ്റു V എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 2/3 നമ്മൾ ഫ്രണ്ടിൽ എഴുതി. 3N/4πmh² എക്സ്പൊണൻഷ്യൽ ഓഫ് 2x - 1/3NK-1 ഇവിടെയാണ്. 2/3 നമ്മൾ ഓൾറെഡി എഴുതി. V⁻⁵3 ആണ്. ആ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്ന് V⁻²/3 ഇൻറ്റു V എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി. ഈ V⁻²/3 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, V ആയിട്ട് മാറി. ഈ ടേം എന്താണ്, എനർജിയാണ്. അപ്പോൾ 2/3 എനർജി / V പ്രഷർ. ഈ റിസൾട്ട് നമ്മൾ തൊട്ട് മുമ്പ്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ക്ലാസിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രഷർ എന്ന് പറയുന്നത് 2/3 ഓഫ് എനർജി ഡെൻസിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ. ആ റിസൾട്ട് നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ അത് പ്രഷർ നോക്കുകയാണെങ്കിലും ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിലും നമുക്ക് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് ചെയ്തത് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കാണാനുള്ളത് എന്താ വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും അതുപോലെ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ ആദ്യം നമുക്ക് CV കാണണം. CV കാണാൻ വേണ്ടിയിട്ടുള്ള റിലേഷനാണ് ∂E/∂T അറ്റ് കോൺസ്റ്റൻറ്റ്. എന്താണ് നമ്മൾ പറഞ്ഞത്, സ്പെസിഫിക് ഹീറ്റിൻ്റെ കേസിലുള്ള വാല്യൂ അറ്റ് കോൺസ്റ്റൻറ്റ് V,N എന്നതായിരുന്നു. അപ്പോൾ എനർജി നമുക്കിവിടെ അറിയാം. വിത്ത് റെസ്പെക്റ്റ് ടു ടെമ്പറേച്ചറാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എനർജീൻ്റെ റിസൾട്ട് നമ്മൾ ഏറ്റവും മുമ്പ് ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു 3/2 NKT എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് വെച്ച് നമുക്കിവിടെ 3/2 NK എന്ന് നമുക്കിവിടെ കിട്ടും. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞത് ഇസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 3/2 NK.
that is equal to 3/2 small nr. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ ടേംസിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. അത് നമുക്ക് കിട്ടി. ദെൻ സി പി is equal to സി പി കാണാനുള്ള ഇക്വേഷൻ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ടി എന്നതാണ് അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് പ്രഷർ. അപ്പോൾ ഡോ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇ പ്ലസ് പി വി എന്നതാണ് ഡിവൈഡഡ് ബൈ ഡോ ടി. ഓക്കെ, ദാറ്റ് ഈസ് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഇ ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് പി വി, ഡോ ഡിവൈഡ് ബൈ ഡോ ടി പി വി. ദാറ്റ് ഈസ് സി പി is equal to ഡോ ഇ ഡിവൈഡ് ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ സി വി ആണ്. ദെൻ പ്ലസ് പി വി എന്ന് പറയുമ്പോൾ എന്താണ് എൻ ആർ. വിത്ത് റെസ്പെക്റ്റ് ടു ടെമ്പറേച്ചറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പി വി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താം, വിത്ത് റെസ്പെക്റ്റ് ടു ടെമ്പറേച്ചർ വെച്ച് ചെയ്യുകയാണെങ്കിൽ എൻ ആർ എന്ന് നമുക്ക് കിട്ടും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പി വി is equal to 2/3 ഇ എന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 3/2 എൻ കെ ടി. ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പി വി is equal to എൻ കെ ടി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം. അപ്പോൾ പി വി എന്ന് പറയുന്നത് എൻ കെ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ആർ ടി. അപ്പോൾ ഇവിടെ പി വിക്ക് പകരം എന്ത് കൊടുക്കാം, എൻ ആർ ടി എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കാണ് ഇവിടെ എൻ ആർ കിട്ടുന്നത്. ദെൻ സി വി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 3/2 എൻ ആർ എന്ന് നമുക്ക് കഴിഞ്ഞ തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്ലസ് എൻ ആർ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 എൻ ആർ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ദാറ്റ് ഈസ് സി പി, സ്പെസിഫിക് എച്ച് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നുള്ളത് വാല്യൂ. ഇനി നമുക്ക് സി പി ഡിവൈഡ് ബൈ സി വി കാണണം. സി പി ഡിവൈഡ് ബൈ സി വി, സി പി എന്ന് പറഞ്ഞാൽ 5/2 എൻ ആർ എന്നതാണ്. സി വി എന്ന് പറഞ്ഞാൽ 3/2 എൻ ആർ എന്നതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3. ഇത് എന്തിൻ്റെ വാല്യൂ ആണ്, റേഷ്യോ ഓഫ് ദ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് വോളിയം. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് ഗാമ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3. ഈ റിസൾട്ട് നമുക്ക് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പി വി റെസ് ടു 5/3 is equal to a constant എന്നുള്ള വാല്യൂ നമ്മൾ ഐഡിയൽ ഗ്യാസ് ചെയ്ത സമയത്ത് അഡിയാബാറ്റിക്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഈ കാര്യം നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്, ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ഇൻറ്റൻസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. that depends on ഒരു പ്രോപ്പർട്ടി ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റം സൈസ് ഓർ എമൗണ്ട് ഓഫ് ദ മെറ്റീരിയൽ ഇൻ ദ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൽ എത്ര മെറ്റീരിയൽ ഉണ്ട്, മെറ്റീരിയലിൻ്റെ എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ സൈസ് ഉണ്ട് എന്നതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ സിസ്റ്റം ഓർ എമൗണ്ട് ഓഫ് ദ മെറ്റീരിയൽ ഇൻ ദ സിസ്റ്റം. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ പറയാം, കോൺസെൻട്രേഷൻ നമുക്ക് വേണമെങ്കിൽ അതിന് എക്സാമ്പിളായിട്ട് പറയാം, ടെമ്പറേച്ചർ പറയാം, ഡെൻസിറ്റി പറയാം, പ്രഷർ, അതുപോലെ സ്പെസിഫിക് ഹീറ്റ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം. അതായത് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ആ സിസ്റ്റത്തിൻ്റെ സൈസിനെയോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മെറ്റീരിയൽസിനെയോ ഡിപ്പെൻഡ് ചെയ്യില്ല. സപ്പോസ് നമ്മളൊരു സിസ്റ്റത്തിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡബിൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ പ്രോപ്പർട്ടി ഒന്നും അവിടെ എന്ത് ചെയ്യില്ല, ഡബിൾ ചെയ്യില്ല. അതായത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് അവിടെ എന്ത് ചെയ്യില്ല, ഡബിൾ ചെയ്യില്ല എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന പാർട്ടിക്കിളിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എമൗണ്ട് മാറുന്നതിനനുസരിച്ച് ആ സിസ്റ്റത്തിലുള്ള ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യില്ല, ഡസ് നോട്ട് ചേഞ്ച് എന്നാണ് പറയുന്നത്. ഡസ് നോട്ട് ചേഞ്ച്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യില്ല എന്നാണ് ഇതിനെന്ന് പറയുന്നത്. ഇനി നമുക്കിനി പറയാനുള്ളത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, അതായത് സിസ്റ്റത്തിൻ്റെ സൈസിനെയോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ എമൗണ്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ത് എക്സ്റ്റൻസീവ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് സിസ്റ്റം ഓർ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഇൻ ദ സിസ്റ്റം. അപ്പോൾ അതിന് നമ്മൾ പറയാൻ പോകുന്നത് എനർജി, അതായത് സിസ്റ്റത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും, എൻതാൽപ്പിക്ക് ചേഞ്ച് ഉണ്ടാവും, എൻട്രോപ്പിക്ക് ചേഞ്ച് ഉണ്ടാവും,
ഗിബ്സ് ഫ്രീ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഫിസിക്കൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ആ സിസ്റ്റത്തിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി എല്ലാം, അതായത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എല്ലാം എന്ത് ചെയ്യും, ഡബിൾ ചെയ്യപ്പെടും. അപ്പോൾ അത് ചേഞ്ച് ചെയ്തു, അതായത് നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, എമൗണ്ട് ഓഫ് മെറ്റീരിയൽ നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും അവിടെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ രണ്ട് ഫിസിക്കൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ രണ്ട് ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിലുള്ള പ്രഷർ, എൻട്രോപ്പി എന്നുള്ളതൊക്കെ ഉണ്ട്, P1 P2, ഇത് T1 T2, പിന്നെ എനർജി E1 E2. ഇത്രയും പ്രോപ്പർട്ടീസാണ് രണ്ട് ഫിസിക്കൽ സിസ്റ്റത്തിന് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ A1 എന്ന് പറയുന്ന സിസ്റ്റം, A2 എന്ന് പറയുന്ന സിസ്റ്റം, ഇതിൽ എൻട്രോപ്പിയും എനർജിയും എന്താണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. പ്രഷറും ടെമ്പറേച്ചറും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഈ രണ്ട് സിസ്റ്റം എന്ത് ചെയ്യാണ്, ഒന്ന് കോമ്പോസിറ്റ് ചെയ്യാണ്, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എൻട്രോപ്പി എന്ന് പറയുന്നത് x1 + h2 ആയിട്ട് ചേഞ്ച് ചെയ്യും. അതുപോലെ എനർജി എന്ന് പറയുന്നത് E1 + E2 ആയിട്ട് ചേഞ്ച് ചെയ്യും. പക്ഷേ പ്രഷർ എന്ന് പറയുന്നത് P1 = P ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, P2 = P ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് അപ്പോഴും എന്തായിരിക്കും, P തന്നെയായിരിക്കും. ദർ ഇസ് നോ ചേഞ്ച്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1 എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ടെമ്പറേച്ചർ T ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞതും മൊത്തം സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T തന്നെയാണ്. അതായത് ഇവിടെ എൻട്രോപ്പി ഡബിൾ ആവുന്നുണ്ട്, എനർജി ഡബിൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ സമ്മേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയണമെങ്കിൽ ഇതിൻ്റെ കേസ് x1 എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്, E1 എന്ന് പറഞ്ഞത് 5, P1 എന്ന് പറഞ്ഞത് 5, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് 100. ഇതാണ് നമ്മൾ A1 എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ കേസിലുള്ള പാരാമീറ്റേഴ്സ്. H2 എന്ന് പറയുന്നത് 20, എനർജി എന്ന് പറയുന്ന E2 എന്ന് പറയുന്നത് 10, P1 എന്ന് പറയുന്നത് 5, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 എന്നതാണെങ്കിൽ, ഒരു കോമ്പോസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് 10 + 20 30 വരും. എനർജി എന്ന് പറയുന്നത് 5 + 10 15 എന്ന് വരും. പക്ഷേ പ്രഷർ എന്ന് പറയുന്നത് 5 + 5 അല്ല, 5 ആയിട്ട് തന്നെ വരിക, അതായത് ഡബിൾ ചെയ്യപ്പെടില്ല. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 200 വരില്ല, പകരം 100 ആയിരിക്കും. കാരണം പ്രഷറും ടെമ്പറേച്ചറും അതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട്. ഓക്കെ, ഇതാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി കെമിക്കൽ പൊട്ടൻഷ്യലും കൂടി നമുക്കിതിൽ പറയണം. അടുത്ത സെക്ഷനായിട്ട് നമുക്ക് പറയാം കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്പീസീസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്പീസീസിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി, അതൊരു എനർജിയാണ്. ആ എനർജി എന്ന് പറഞ്ഞത് ഒന്നുകിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി ആവാം, അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി ആവാം. എപ്പോഴാണ് ഈ അബ്സോർപ്ഷനും അല്ലെങ്കിൽ റിലീസിങ്ങും നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോഴോ. ഇത് രണ്ടും നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാവാം. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് മൂലം ഒരു കെമിക്കൽ റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു ഫേസ് ട്രാൻസിഷനോ നടക്കാം. ഈ ട്രാൻസിഷനിലൂടെ അബ്സോർബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് എനർജിക്ക് പറയുന്ന പേരാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു വാല്യൂ ആണ്. നമുക്ക് ഗിബ്സ് എനർജി നമ്മൾ പറഞ്ഞിരുന്നു, G/μN എന്നുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന് നമുക്ക് കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് ∂G/∂N എന്നുള്ള വാല്യൂവിന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ dG = μ കോൺസ്റ്റൻ്റ് ആണ്, dN ചെയ്താൽ μ = ∂G/∂N കാണാം. അത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഇതാണ്. അതായത് കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് എ സ്പീസീസ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് ഡ്യൂറിങ് ദ കെമിക്കൽ റിയാക്ഷൻ ഓർ ഫേസ് ട്രാൻസിഷൻ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ ഗിവൺ സിസ്റ്റം. അപ്പോൾ ഇതിനെ നമുക്ക് കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിരുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റിലേഷനാണ് ∂G/∂N. അപ്പോൾ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് കെമിക്കൽ പൊട്ടൻഷ്യൽ എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി എക്സ്റ്റൻസീവ് എന്നുള്ളൊരു പ്രോപ്പർട്ടിയിൽ നമ്മൾ എൻട്രോപ്പി എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എൻട്രോപ്പി എന്നുള്ളത് ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതായത് രണ്ട് ഫിസിക്കൽ സിസ്റ്റം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും എൻട്രോപ്പി സമ്മേഷൻ ഡബിളായിട്ട് വരും എന്നുള്ള, അല്ലെങ്കിൽ ആഡ് ചെയ്ത് വരും എന്നുള്ളൊരു കൺസിഡറേഷനാണ് നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു മിസ്മാച്ച് വരുന്നുണ്ട്.
ആ മിസ്മാച്ച് വരുന്ന കാര്യവും അത് എങ്ങനെയാണ് സോൾവ് ചെയ്ത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പ്രോബ്ലത്തിന് പറയുന്ന പേരാണ് ഗിബ്സ് പാരഡോസ്. കാരണം ഗിബ്സ് എന്നുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഒരു പാരഡോസിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വരുന്നത് കൊണ്ട് തന്നെ അത് റീസോൾവ് ചെയ്തത് ഗിബ്സ് ആയതുകൊണ്ടാണ് ആ പാരഡോസിനെ ഗിബ്സ് പാരഡോസ് എന്നുള്ളത് പറയാനുള്ള കാരണം. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്, അതിന് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തത് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്കത് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട്, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഗിബ്സ് പാരഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.